നമസ്കാരം സഹോദരി സഹോദരന്മാരെ. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തന്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ചരിത്രത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ: ആചാര്യ ചാണക്യൻ. ഒരു സാധാരണക്കാരനായ കുട്ടിയെ ഇന്ത്യയുടെ ചക്രവർത്തിയാക്കി മാറ്റിയ ആ മഹാപ്രതിഭയുടെ വാക്കുകൾക്ക് ഇന്നും സ്വർണത്തേക്കാൾ വിലയുണ്ട്. ചാണക്യൻ തൻ്റെ ചാണക്യനീതിയിൽ ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നുണ്ട്: നിങ്ങളുടെ മനസ്സിൻ്റെ വാതിൽ എപ്പോഴും തുറന്നിടരുത്. കാരണം അതിലൂടെ കയറി വരുന്നത് സുഹൃത്തുക്കളാകാം, പക്ഷേ പുറത്തു പോകുന്നത് നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യങ്ങളായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും എല്ലാം എല്ലാവരോടും തുറന്നു പറയുന്നത് സത്യസന്ധതയാണെന്ന്. എന്നാൽ ചാണക്യൻ്റെ ഭാഷയിൽ അത് സത്യസന്ധതയല്ല, മറിച്ച് വിഡ്ഢിത്തമാണ്. ഒരു മരം മുറിക്കാൻ വരുന്നവന് ആ മരത്തിൻ്റെ കാതൽ എവിടെയാണെന്ന് അറിഞ്ഞാൽ ജോലി എളുപ്പമായി. അതുപോലെ നിങ്ങളുടെ ബലഹീനതകളും രഹസ്യങ്ങളും ലോകത്തിനു മുൻപിൽ വെളിപ്പെടുത്തിയാൽ നിങ്ങളെ തകർക്കാൻ അവർക്ക് എളുപ്പമാകും. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ മരണം വരെ ഹൃദയത്തിൽ പൂട്ടിവെക്കേണ്ട, ആരോടും പറയാൻ പാടില്ലാത്ത 5 സുപ്രധാന രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. ഇത് കേവലം ഒരു വീഡിയോ അല്ല, നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കാനുള്ള ഒരു കവചമാണ്. ചാണക്യൻ പറയുന്നു: അർത്ഥനാശം മനസ്താപം ഗൃഹേ ദുശ്ചരിതാനി ച. അതായത്, നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ലാഭമുണ്ടായാലോ അത് ലോകത്തോട് വിളിച്ചു പറയരുത്. പണ്ട് ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. അയാൾക്ക് പെട്ടെന്ന് വലിയൊരു നിധി ലഭിച്ചു. സന്തോഷമടക്കാൻ കഴിയാതെ അയാൾ അത് ഗ്രാമം മുഴുവൻ അറിയിച്ചു. ഫലം എന്തായിരുന്നു? പിറ്റേന്ന് മുതൽ ബന്ധുക്കൾ കടം ചോദിച്ചു വന്നു. ശത്രുക്കൾ അത് മോഷ്ടിക്കാൻ പദ്ധതിയിട്ടു. രാജാവ് നികുതി കൂട്ടി. അവസാനം അയാൾ പഴയതിനേക്കാൾ ദരിദ്രനായി മാറി. ഇന്നത്തെ കാലത്തും ഇത് പ്രസക്തമാണ്. നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് എന്നറിഞ്ഞാൽ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നത് പണത്തെ നോക്കിയായിരിക്കും, നിങ്ങളെ നോക്കിയാവില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് പണമില്ലെന്നറിഞ്ഞാൽ ലോകം നിങ്ങളെ പുച്ഛിക്കും. ചാണക്യന്റെ തന്ത്രം ഇതാണ്: പണം ഒരു നിഗൂഢതയായിരിക്കണം. നിങ്ങളുടെ സമ്പാദ്യം എത്രയാണെന്ന് ശത്രുവിനും മിത്രത്തിനും കൃത്യമായി അറിയാൻ കഴിയരുത്. പണത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് നിങ്ങളെ സുരക്ഷിതനാക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വീടിനുള്ളിലെ പ്രശ്നങ്ങൾ. ചാണക്യനീതി പ്രകാരം ഒരു മനുഷ്യന്റെ വീടിനുള്ളിലെ കാര്യങ്ങൾ പുറത്തറിയുന്നത് അയാളുടെ പതനത്തിന് കാരണമാകും. പലരും സങ്കടം വരുമ്പോൾ സുഹൃത്തുക്കളോടോ അയൽക്കാരോടോ സ്വന്തം ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ പരാതി പറയും. നിങ്ങൾ സങ്കടം പറയുമ്പോൾ അവർ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ടാകാം. പക്ഷേ ഓർക്കുക, നിങ്ങൾ തിരിഞ്ഞു നടക്കുമ്പോൾ അവർ അത് മറ്റൊരാൾക്ക് മുൻപിൽ ഒരു വിനോദ വാർത്തയായി അവതരിപ്പിക്കും. രാമായണത്തിലെ വിഭീഷണനെ ഓർക്കുക. രാവണന്റെ ലങ്കയുടെ രഹസ്യം വിഭീഷണൻ വെളിപ്പെടുത്തിയപ്പോഴാണ് രാവണൻ തോൽക്കപ്പെട്ടത്. നിങ്ങളുടെ വീടിന്റെ രഹസ്യം പുറത്തു പറയുന്ന നിമിഷം നിങ്ങൾ ലങ്കയെ പോലെ ദുർബലനാകും. നിങ്ങളുടെ കുടുംബത്തിലെ കുറവുകൾ പരിഹരിക്കേണ്ടത് വീടിനുള്ളിലിരുന്നാണ്, അല്ലാതെ തെരുവിൽ ചർച്ച ചെയ്തിട്ടല്ല. കുടുംബത്തിന്റെ അന്തസ്സ് നിങ്ങളുടെ നാവിലാണ് ഇരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കുണ്ടായ അപമാനങ്ങൾ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് മുൻപിൽ നാണം കെട്ടിട്ടുണ്ടാകാം. ആ മുറിവുകൾ മറ്റുള്ളവരെ കാണിക്കരുത്. ചാണക്യൻ പറയുന്നു: അപമാനിക്കപ്പെട്ട ഒരാൾ അത് ലോകത്തോട് പറയുമ്പോൾ അയാൾ വീണ്ടും വീണ്ടും അപമാനിക്കപ്പെടുകയാണ്. നിങ്ങൾ അപമാനിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളോട് തോന്നുന്നത് സഹതാപമല്ല, മറിച്ച് ബഹുമാനക്കുറവാണ്. ഇയാൾക്ക് സ്വന്തം അന്തസ്സ് കാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അവർ ചിന്തിക്കും. പകരം എന്തു ചെയ്യണം? ആ അപമാനത്തെ ഒരു കനലായി മനസ്സിൽ സൂക്ഷിക്കുക. ചാണക്യൻ നന്ദരാജാവിന്റെ സദസ്സിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു നടന്നില്ല. പകരം ആ കനൽ ഉപയോഗിച്ച് മൗര്യ സാമ്രാജ്യം പടുത്തുയർത്തി. നിങ്ങളുടെ വിജയം കൊണ്ട് ആ അപമാനത്തിന് മറുപടി നൽകുക. അതുവരെ ആ രഹസ്യം നിങ്ങളിൽ തന്നെ ഇരിക്കട്ടെ. നാലാമത്തെ കാര്യം, നിങ്ങളുടെ വലിയ പദ്ധതികൾ. ചാണക്യന്റെ സുപ്രധാനമായ ഒരു തന്ത്രമാണിത്. ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുന്നവൻ അത് പൂർത്തിയാകുന്നത് വരെ പുറത്തു പറയരുത്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ 2 തരം ആളുകൾ നിങ്ങളെ തടയാൻ വരും. ഒന്ന്, നിങ്ങളെ സ്നേഹിക്കുന്നവർ. അവർ നിങ്ങളുടെ സുരക്ഷയെ പേടിച്ച് നിങ്ങളെ പിന്തിരിപ്പിക്കും. 2, നിങ്ങളുടെ ശത്രുക്കൾ. അവർ ആ പദ്ധതി തകർക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ പദ്ധതികൾ ഒരു വിത്ത് പോലെയായിരിക്കണം. വിത്ത് മണ്ണിനടിയിൽ കിടക്കുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. പക്ഷെ അത് ഒരു വലിയ വൃക്ഷമായി വളർന്നു വരുമ്പോൾ ലോകം മുഴുവൻ അത് കാണും.
അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വിജയമായി മാറുമ്പോൾ ലോകം അറിയട്ടെ. അതുവരെ നിശബ്ദനായി പണിയെടുക്കുക. മൗനമാണ് ഏറ്റവും വലിയ തന്ത്രം. 5-ാമത്തെ കാര്യം, നിങ്ങളുടെ ബലഹീനതകൾ. ഓരോ മനുഷ്യനും ചില പേടികളും ബലഹീനതകളും ഉണ്ടാകും. അത് ഒരിക്കലും ശത്രുവിന് മുൻപിൽ വെളിപ്പെടുത്തരുത്. ചാണക്യൻ ഒരു ഉദാഹരണം പറയുന്നു. വിഷമില്ലാത്ത പാമ്പാണെങ്കിലും അത് വിഷമുള്ളവനെ പോലെ പത്തി വിടർത്തി നിൽക്കണം, എന്നാലേ ലോകം അതിനെ ഭയപ്പെടൂ. അതുപോലെ നിങ്ങൾക്ക് ബലഹീനതകൾ ഉണ്ടെങ്കിലും അത് പുറത്തു കാണിക്കരുത്. ആത്മവിശ്വാസമില്ലാത്തവനായി ലോകത്തിനു മുൻപിൽ നിൽക്കരുത്. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളും വ്യക്തിപരമായ കുറവുകളും രഹസ്യമായി വെക്കുക. നിങ്ങൾ ശക്തനാണെന്ന് ലോകം വിശ്വസിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അവരെ ഭരിക്കാൻ കഴിയൂ. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കൂ. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പഠിക്കുന്നവൻ ലോകത്തെ ഭരിക്കാൻ പഠിക്കുന്നു. ചാണക്യൻ കാണിച്ചു തന്ന ഈ പാത കഠിനമായിരിക്കാം, പക്ഷേ അത് നിങ്ങളെ വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ തിരിച്ചറിവ് നൽകിയെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഇത് സഹായിക്കുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതിൽ ഏത് പോയിന്റാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രസക്തമെന്ന് തോന്നുന്നത് താഴെ കമന്റ് ചെയ്യുക. ചാണക്യതന്ത്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഈ അറിവ് ഷെയർ ചെയ്യുക. ലോകം നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു കാലത്തിനായി കാത്തിരിക്കുക. നന്ദി.